മലയാള സിനിമ 2005 മലയാള സിനിമ ഭരിച്ച 12 സിനിമകൾ. രാജമാണിക്യം മുതൽ ഉദയനാണ് താരം വരെ. 2005 മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നല്ല വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ വർഷം തന്നെ ലാലേട്ടന് ഉദയനാണ് താരം, നരൻ, തന്മാത്ര പോലുള്ള ചിത്രങ്ങൾ, മമ്മൂക്കയ്ക്ക് തൊമ്മനും മക്കളും, രാപ്പകൽ, രാജമാണിക്യം, ദിലീപേട്ടന് ചാന്തുപൊട്ട്, കൊച്ചി രാജാവ്, പാണ്ടിപ്പട, ഇതിനു പുറമെ അത്ഭുതദ്വീപ്, അനന്തഭദ്രം, അച്ചുവിന്റെ അമ്മ പോലുള്ള ചിത്രങ്ങളും അതേ വർഷം പുറത്തിറങ്ങി. ഈ വീഡിയോയിൽ ആ വർഷം മലയാളികളെ ഏറ്റവും അധികം ആകർഷിച്ച ഹിറ്റ് സിനിമകളെ നമുക്കൊന്ന് നോക്കാം. ഉദയനാണ് താരം. റോഷൻ ആൻഡ് റോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലും ശ്രീനിവാസനും ചേർന്നപ്പോൾ പിറന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന്. സ്വന്തം കഥ മോഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ സംവിധായകന്റെ പോരാട്ടം, ഹാസ്യം ചേർത്ത് പറഞ്ഞ ചിത്രം ഇന്നും പഴകിയിട്ടില്ല. അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഇത്. അച്ചുവിന്റെ അമ്മ. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഉർവശി മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് കാഴ്ചവെച്ച ചിത്രം. അമ്മയുടെയും മകളുടെയും ആത്മബന്ധം ഹൃദയസ്പർശിയായി പറഞ്ഞ കുടുംബചിത്രം ഹിറ്റായിരുന്നു. എൻ്റെ ഈ വേദന, ഒറ്റപ്പെടൽ, ഇതൊന്നും എനിക്ക് പുതിയ അനുഭവമല്ല. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഓർമ്മയിലാകെയുള്ളത് വയസ്സായ ക്ഷീണിച്ചൊരു മുഖമാണ്. ഞാൻ അവരെ മുത്തശ്ശിന്ന് വിളിച്ചു. ചാന്തുപൊട്ട്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപ് പതിവിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. റിലീസ് സമയത്ത് വലിയ ചർച്ചകൾക്കും മികച്ച പ്രേക്ഷക പ്രതികരണത്തിനും കാരണമായ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി. തൊമ്മനും മക്കളും. ഷാഫി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ആഘോഷ സിനിമ. കോമഡിയും ആക്ഷനും എല്ലാം കൂടി ചേർത്തിറക്കിയ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ഇനി തോക്കാൻ പോടില്ല. അപ്പന്റെ സ്വന്തന്മാരെല്ലാം തൊടില്ല, അപ്പൻ എന്നെ ഇങ്ങനെ തല്ലണം. അതേടാ, നീയൊക്കെ എന്റെ സ്വന്തം ചോരയാണെങ്കിലല്ലേ എന്നെ അനുസരിക്കത്തുള്ളൂ. അത്ഭുതദ്വീപ്. വിനയന്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൊന്ന്. നിരവധി പൊക്കം കുറഞ്ഞ കലാകാരന്മാർക്ക് പ്രധാന വേഷങ്ങൾ നൽകിയ ചിത്രം. മലയാള സിനിമയിൽ ഇന്നും വേറിട്ട സ്ഥാനം നിലനിർത്തുന്ന സിനിമ. ഹിറ്റായിരുന്നു. ഞങ്ങളുടെ രാജകുമാരിയെയും കൊണ്ടല്ലാതെ ഈ തീരം വിടാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. വെറും ഗജേന്ദ്രനല്ല, ജഗജാലകില്ലാടി ഗജേന്ദ്രൻ. കൊച്ചി രാജാവ്. വിഷു റിലീസായി എത്തിയ ദിലീപ് ചിത്രം കോമഡിയും ആക്ഷനും ഗാനങ്ങളും ചേർന്ന് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമായി മാറി. ഇതും ഹിറ്റടിച്ചു. ബെൻ ജോൺസൺ. കലാഭവൻ മണിയുടെ കരിയറിലെ ശ്രദ്ധേയ വിജയങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ചിത്രം. എന്താണ് ഈശ്വരൻ വിളിച്ചാലും എന്നോട് പറയാതെ പോവേ. പാണ്ടിപ്പട. റാഫി മെക്കാർട്ടിൻ ഒരുക്കിയ ദിലീപ് ഹരിശ്രീ അശോകൻ കോംബോ ഇന്നും മലയാളികളെ ചിരിപ്പിക്കുന്നു. ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള കോമഡി ചിത്രങ്ങളിൽ ഒന്നാണിത്. ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും ശാരദയും തമ്മിലുള്ള വൈകാരിക രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നു. കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചിത്രം ഹിറ്റായി. കാര്യം നടത്താനുള്ളതല്ലേ കാശ്. ആയിക്കോട്ടെ, എനിക്ക് കണക്കായിരിക്കണം. നരൻ. ജോഷി ലാലേട്ടൻ കൂട്ടുകെട്ടിൽ പിറന്ന മാസ് ക്ലാസിക്. മുള്ളൻകൊല്ലി വേലായുധൻ എന്ന കഥാപാത്രം ഇന്നും ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അനന്തഭദ്രം. സന്തോഷ് ശിവന്റെ ദൃശ്യവിസ്മയം, ഫാന്റസി, മന്ത്രവാദം, കേരളത്തിന്റെ നാടോടി വിശ്വാസങ്ങൾ എന്നിവ ചേർത്ത ഈ ചിത്രം പൃഥ്വിരാജിന്റെ കരിയറിലെ പ്രധാന നാഴികക്കല്ലായി മാറി. ഇതിലെ മനോജ് കെ ജയന്റെ കഥാപാത്രവും മണിച്ചേന്റെ കഥാപാത്രവും ഇന്നും ആളുകൾ മറക്കില്ല. കഴിഞ്ഞതെല്ലാം മറക്കണം. കാരണശക്തിയിൽ അഗ്രഗണ്യനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. രാജമാണിക്യം. 2005 രാജാവെന്ന് വേണമെങ്കിൽ പറയാം. അൻവർ റഷീദിന്റെ അരങ്ങേറ്റ ചിത്രവും മമ്മൂട്ടിയുടെ ബെല്ലാരി രാജയും ചരിത്രമായി. റിലീസ് സമയത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. നീ എന്തിനാ എന്നെ പിറക്കാൻ വന്ന് കുത്തിയത്? ആര് പറഞ്ഞിട്ടാണ് ഈ പിച്ചാത്തി കളി? പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൊരവള്ളി ആരെയും. തന്മാത്ര. 2005 ഏറ്റവും മികച്ച സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഈ ചിത്രം പറയാതിരിക്കാൻ കഴിയില്ല. അൽഷമേഴ്സ് ബാധിച്ച ഒരു മനുഷ്യന്റെ ജീവിതം മോഹൻലാൽ അതിഗംഭീരമായി അവതരിപ്പിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു.
ബസ് കണ്ടക്ടർ 2005 ക്രിസ്തുമസ് റിലീസായാണ് ബസ് കണ്ടക്ടർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. VM വിനു സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂക്ക ഒരു സാധാരണ ബസ് കണ്ടക്ടറായ സുൽത്താൻ വീട്ടിൽ കുഞ്ഞാക്ക എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സാധാരണക്കാരന്റെ ജീവിതവും കുടുംബ ബന്ധങ്ങളും പ്രണയവും നർമ്മവും ചേർന്ന ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു ചിത്രം. മാസ് സിനിമകളിലെ തിരക്കിലെത്തിയിട്ട് കുടുംബ പ്രേക്ഷകരുടെ മികച്ച പിന്തുണ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായി മാറി. ഇന്നും ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ റീടെലികാസ്റ്റ് ചെയ്യുന്ന മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നാണ് ബസ് കണ്ടക്ടർ. ജയിക്കേണ്ട മജീദ്ക്ക, നിങ്ങളാരും തോക്കണ്ടിരുന്നാ മതി. ഉപ്പാന്റെ ഖബറടക്കം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോ മുന്നിൽ റോഡ് ഇടത്തേക്കും വലത്തേക്കും എങ്ങോട്ടാ നടക്കണ്ടെന്നറിയാതെ ഒരു നിപ്പ് നിന്നിട്ടുണ്ട് ഞാൻ. ഭരത് ചന്ദ്രൻ IPS. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ്. സുരേഷ് ഏട്ടന്റെ കരിയറിലെ ഏറ്റവും ജനപ്രിയ പോലീസ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഭരത് ചന്ദ്രൻ. രഞ്ജി പണിക്കരുടെ കരുത്തുറ്റ സംഭാഷണങ്ങളും ഷാജി കൈലാസിന്റെ മാസ് അവതരണവും സിനിമയെ മറ്റൊരു തലത്തിലേക്കായിരുന്നു ഉയർത്തിയത്. അഴിമതിക്കും രാഷ്ട്രീയ സ്വാധീനത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന പോലീസ് ഓഫീസറുടെ കഥ പറഞ്ഞ കമ്മീഷണറിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു 2005 റിലീസായ ഭരത് ചന്ദ്രൻ. രഞ്ജി പണിക്കർ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ തിയേറ്ററിൽ വൻ ഹിറ്റായിരുന്നു. ഈ ചിത്രം സുരേഷ് ഗോപിയുടെ മാസ് ഇമേജ് കൂടുതൽ ശക്തമാക്കി. ഇസ്ലാമിലെ ഇല്ലായ്മക്കാരന്റെ അവശതയും അവകാശങ്ങളും അഭിമാനവും വരെ മുന്നണികൾക്കും ഭരണക്കാർക്കും തീരെഴുതി കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ അധികാരവും മന്ത്രി കസേരയും അഴിമതിയും കുംഭകോണവും കൊണ്ട് നീ പെരുപ്പിച്ചെടുത്ത കോഴി. ദി ടൈഗർ. 2005 സുരേഷ് ഗോപിക്ക് മറ്റൊരു വിജയവും സമ്മാനിച്ച ചിത്രമാണ് ദ ടൈഗർ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ACP ചന്ദ്രശേഖർ എന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി എത്തിയത്. കൊലപാതക അന്വേഷണത്തിലൂടെ മുന്നേറുന്ന ചിത്രം തുടക്കം മുതൽ അവസാനം വരെ സസ്പെൻസും ട്വിസ്റ്റുകളും നിറഞ്ഞതായിരുന്നു. മികച്ച തിരക്കഥയും വേഗമേറിയ അവതരണവും കാരണം ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു. ബോക്സ് ഓഫീസിലും മികച്ച വിജയം നേടിയ ടൈഗർ ഇന്നും മലയാളത്തിലെ മികച്ച അന്വേഷണ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയാണോ നീ? നല്ല പോലീസുകാരനെ മാത്രമല്ല, കൂടെ ഒറ്റുന്നവനെയും തിരിച്ചറിയും ഇൻസൈറ്റ് അകക്കണ്ണ് എനിക്കതുണ്ട്. നേരറിയാൻ CBI. സേതുരാമയ്യർ വീണ്ടും എത്തിയപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ ചെറുതായിരുന്നില്ല. K. മധു സംവിധാനം ചെയ്ത നേരറിയാൻ CBI മമ്മൂട്ടി തന്റെ ഐക്കോണിക് CBI ഓഫീസർ സേതുരാമയ്യരായി വീണ്ടും തിളങ്ങി. ഒരു ദുരൂഹ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്ന അന്വേഷണമാണ് സിനിമയുടെ പ്രധാന ആകർഷണം. മുമ്പത്തെ CBI ചിത്രങ്ങളെ പോലെ വലിയ ആഘോഷമല്ലെങ്കിലും കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെ വിജയം നേടി. മമ്മൂട്ടിയുടെ കരിയറിലെ ശ്രദ്ധേയ അന്വേഷണ ചിത്രങ്ങളിൽ ഒന്നായി നേരറിയാൻ CBI ഇന്നും ഓർക്കപ്പെടുന്നു. മലയാള സിനിമയ്ക്ക് മറക്കാനാകാത്ത ഒരു വർഷം. ഒരു ഭാഗത്ത് മാസ് സിനിമകൾ, മറ്റൊരു ഭാഗത്ത് ക്ലാസ്, കോമഡി, ഫാമിലി, ആക്ഷൻ, ഫാന്റസി, വൈകാരിക ഡ്രാമ, എല്ലാ വിഭാഗങ്ങളിലും ഇന്നും ഓർമ്മിക്കപ്പെടുന്ന സിനിമകൾ ആ വർഷം പിറന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ 2005 നമ്പർ 1 സിനിമ ഏതാണ്? രാജമാണിക്യമോ, ഉദയനാണ് താരമോ, നരനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ? കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സുവർണ്ണ വർഷവുമായി വീണ്ടും കാണാം.